ഞാൻ ചെല്ലുമ്പോ കണ്ട കാഴ്ച, നന്ദൻ മീരയുടെ കഴുത്ത് ഞെരിക്കുന്നതാ. കൊല്ലൂടി മാഡം, ആ രംഗം കണ്ട് ഞാനൊന്ന് സ്തംഭിച്ചു പോയി. ആരോടും ഒന്നും പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. അപ്പോ നന്ദനാണ് മീരയെ കൊന്നത്? ആ അതെ, ഞാൻ പോലീസിനോട് മൊഴിയിൽ പറഞ്ഞ പോലെ നന്ദന മീരയെ കൊന്നത്. ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാം. എന്താ നിങ്ങൾ കാണിക്കുന്നേ? മിണ്ടരുത്. എടാ പ്രകാശ് മോനെ, നീ എന്താണ് ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? കേരള പോലീസ് എന്ന് വെച്ചാ കാക്കി ഉടുപ്പിട്ട് തെക്കും വടക്കും ഷോയ്ക്ക് നടക്കുന്നവരാണെന്നോ? ആണോ? നീ പറഞ്ഞ രഹസ്യമൊഴിയെല്ലാം വിശ്വസിച്ച് നിന്നെ അങ്ങ് വെറുതെ വിട്ടുന്ന് നീ അങ്ങ് വിശ്വസിച്ചു അല്ലേ? ബലറാം സർ, നിങ്ങളുടെ മകൾ മീരയെ കൊന്നയാൾ ദാ നിൽക്കുന്നു. പ്രശസ്ത നടൻ പ്രകാശ് മേനോൻ. ഇല്ല, പച്ചക്കള്ളോ ഇത്. ചന്ദ്രോത്തുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലപാതകം പ്രകാശിന് തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഞാനത് സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിച്ച് തരണ്ട. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു മുഹൂർത്തം സൃഷ്ടിച്ചത്. നിരപരാധിയായ ദേവികയെ ഇനിയെങ്കിലും ചിലർ അംഗീകരിക്കട്ടെ എന്ന് കരുതിയാണ്. ദേവികയിലും നന്ദനിലും ഫോക്കസ് ചെയ്താണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക നിഗമനങ്ങളും സാക്ഷികളും സാഹചര്യ തെളിവുകളുമെല്ലാം അവരിലേക്ക് തന്നെയാണ് എത്തിച്ചത്. ഈ വീടിന്റെ ടെറസിൽ നിന്ന് കിട്ടിയ സിഗരറ്റിന്റെ ഒരു കുറ്റിയാണ് പ്രകാശിലേക്ക് അന്വേഷണം എത്തിച്ചത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.